ഇന്ന് നമ്മളുടെ സിനിമാ നിരൂപണ പരിപാടിയിൽ സംവിധായകൻ അരുൺ അനിരുദ്ധിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, സിനിമയുടെ തുടക്കത്തിൽ ഒരു കോളേജിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലൊരു പ്രണയ ജോഡിയുണ്ട്. അവരെഴുതിയ ഒരു പുസ്തകം ആ കൾച്ചറൽ പ്രോഗ്രാമിൽ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനിടയിൽ അവിടെ ഒരു വലിയ അപകടം നടക്കുന്നു. ആ അപകടത്തിൽ ആ പെൺകുട്ടിയും കൂടെ രണ്ടുപേരും മരിച്ചു പോകുന്നു. ഈ അപ്സെറ്റിൽ ആ പയ്യൻ മദ്യത്തിനടിമയായി മാറുന്നു. ഇതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാസിൽ ജോസഫ് അതേ കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ പോകുന്നു. അപ്പോഴാണ് ഈ മദ്യപാനിയുടെ അനുജനാണ് ഫാസിൽ ജോസഫ് എന്നുള്ളതും ആ കോളേജിൽ 3-4 വർഷമായി ഒരു കൾച്ചറൽ പ്രോഗ്രാമും നടക്കുന്നില്ല എന്നുള്ളതും അറിയുന്നത്. ഇപ്പോൾ ഫാസിൽ ജോസഫ് ഒരു തീരുമാനമെടുക്കുന്നു. ഈ കോളേജിൽ വീണ്ടും ആ കൾച്ചറൽ പ്രോഗ്രാം നടത്തണം. ആ പ്രോഗ്രാമിൽ തന്നെ ആ പുസ്തകം പുറത്തിറക്കണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ ആ നാട്ടിൽ ഒരു റിട്ടയേർഡ് റൗഡിയുണ്ട്. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടോവിനോ തോമസ് ഉണ്ട്. അയാൾക്കും ഫാസിൽ ജോസഫിൻ്റെ ഗ്രൂപ്പിനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നു. അത് ഈ പ്രോഗ്രാം നശിപ്പിക്കുന്ന അത്രയും വലുതാകുന്നു. ഈ പ്രോഗ്രാമിൽ വിനീത് ശ്രീനിവാസനായിട്ട് തന്നെ ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ റിട്ടയർഡ് റൗഡിക്ക് ഈ വിഷയം അറിഞ്ഞ ഉടനെ അവൻ ഈ പ്രോഗ്രാം എങ്ങനെയും മുടക്കണമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് ഈ സിനിമയുടെ കഥ. സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ, വളരെ സ്വാഭാവികമായിട്ട് കഥ സ്ക്രീൻ പ്ലേ ആയിട്ട് നന്നായിട്ട് വളർന്നു പോവുകയായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫാസിൽ ജോസഫിൻ്റെ ചേട്ടൻ്റെ കഥ, പിന്നെ ഫാസിൽ ജോസഫിൻ്റെ ആ കോളേജ് ലൈഫ്, അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലവ് സ്റ്റോറി, അവിടെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു റിട്ടയേർഡ് റൗഡിയായിട്ടുള്ള വില്ലൻ കടന്നു വരുന്നതും ആ പരിപാടിക്ക് വിനീത് ശ്രീനിവാസൻ കടന്നു വരുന്നതും എല്ലാം വളരെ മനോഹരമായിട്ട് ആ കഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഈ പരിപാടി നടക്കാതിരിക്കാൻ ഹീറോ തടയുന്നത് നോക്ക് എന്ന് പറഞ്ഞ് അവൻ എത്ര തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, അത് മറികടന്ന് ഇവൻ നടത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വിശ്വസിച്ച് തടസ്സങ്ങൾക്കുമേൽ തടസ്സങ്ങളിട്ട് അത് സിനിമയ്ക്ക് തന്നെ ഒരു വലിയ തടസ്സമായി മാറി. കഥ ആകെ കുഴഞ്ഞുപോയി. വേറൊന്ന്, എല്ലാം വളരെ സ്വാഭാവികതയില്ലാത്ത രീതിയിൽ കുത്തിക്കയറ്റിയ സീനുകളായിരുന്നു. സെക്കൻഡ് ഹാഫ് മുഴുവനും ഹീറോ ആ പരിപാടി നടത്താൻ ശ്രമിക്കുന്നു, വില്ലൻ അതെങ്ങനെ തടയാൻ ശ്രമിച്ചു. ഇത് മാത്രമായിട്ട് ഒരു 1.25 മണിക്കൂർ കഥയായിട്ട് മാറി. 1.25 മണിക്കൂറിനുള്ള സ്ക്രീൻ പ്ലേ അവർ ചെയ്തിരുന്നുമില്ല. അതിനുള്ള ലെങ്ത്തും സിനിമയിൽ വളരെ എക്സ്ട്രാ ആയിരുന്നു. മറ്റെന്തൊക്കെയാണെങ്കിലും സിനിമ ഒരു പ്രൊഡക്ഷൻ എന്ന നിലയിൽ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തത്. സിനിമയിൽ അഭിനയിച്ച എല്ലാവരും, ആർട്ടിസ്റ്റ് സെലക്ഷൻ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. സിനിമയുടെ സ്ക്രീൻ പ്ലേയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിട്ടും നമ്മൾ വെറുക്കാതെ സിനിമ കണ്ടതിനൊരു പ്രധാന കാരണം സിനിമയിൽ അവിടെയും ഇവിടെയും കോമഡി ഇട്ട് നന്നായിട്ട് നിറച്ചിരുന്നു. അത് സിനിമയെ മടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഫസ്റ്റ് ഹാഫിനെ പോലെ സെക്കൻഡ് ഹാഫും കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ സിനിമയെ വളരെ നല്ല സിനിമയാണെന്ന് പറയാമായിരുന്നു. എങ്കിലും മോശമെന്ന് പറയാൻ പറ്റാത്തൊരു സിനിമയാണിത്.